എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ അതെ ഇന്ന് നമ്മളെ നല്ലൊരു വെജിറ്റബിളും അതുപോലെ തന്നെ ഒരു നോൺ വെജും വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇലക്കറികളിൽ മെയിൻ ആയിട്ടുള്ള മുരിങ്ങേരരിയും പിന്നെ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു തോരനാണ് ട്ടാ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതെ ഇതിനായിട്ട് മുരിങ്ങയുടെ ഇലയൊക്കെ ഇവിടെ ഞാൻ നന്നാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ട്ടാ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചെമ്മീനാണ്. ഇപ്പോൾ ഇവിടെ ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ആവശ്യമുള്ളത് ചെറുള്ളിയാണ്. അതൊരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഇതിലേക്ക് വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാന്ന് പറയില്ലേ അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ ആദ്യം ഇട്ട് കൊടുക്കാം ട്ടാ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് പിന്നെ വേവാനായിട്ട് പാകത്തിനുള്ള വെള്ളം. ഇപ്പോൾ ഇവിടെ ഒരു കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ അതേ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ അതേ നന്നായിട്ട് തന്നെ വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേ ഈ ചെമ്മീനും വെളിച്ചെണ്ണയും കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതിനെ നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കറിവേപ്പില ഒന്ന് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഒന്ന് എക്സ്ട്രാ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിയിലൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നമ്മൾ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാനായിട്ട്. കാരണം ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ലേ സൈഡ് അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ചെയ്യാൻ. അങ്ങനെ ആ സവോളയൊക്കെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി അത് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ ഈ ചെമ്മീനിലൊക്കെ ഒന്ന് മൂത്ത് വരണം. ഇനി നമ്മളിതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഈ പൊടികളും കൂടി അതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാകുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വളരെ ടേസ്റ്റി ആയിട്ട് വരും. ഇനി ഇതിന് ശേഷമാണ് ഇതിലേക്ക് ഈ ഇലകൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതേ മുരിങ്ങയുടെ ഇല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ മുരിങ്ങയുടെ ഇലയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് റെഡിയായി വരും കേട്ടോ. കാരണം എന്ന് നോക്കിയാൽ ഇതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കും കൂടി വേണ്ട. അപ്പോൾ ആ ഇലയിലുള്ള വെള്ളം അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് നാളികേരം ചെരുകിയത് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം നാളികേരം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെന്ത് റെഡിയായി വരാനുണ്ട്. അപ്പോൾ ഇതിനെ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ ദേ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇത് ഞാനൊന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ കുറച്ചും കൂടി ഉപ്പൊന്ന് എക്സ്ട്രാ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ വീണ്ടും നമ്മൾ നന്നായിട്ട് തന്നെ ഇനി അടച്ചു വയ്ക്കൊന്നും വേണ്ട. അതിൻ്റെ വെള്ളം ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ വറ്റിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതേ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം ഇലയും ആ ചെമ്മീനൊക്കെ ഇങ്ങനെ. അപ്പോൾ അതാണ് ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതേ നമ്മുടെ മുരിങ്ങയിലയും ചെമ്മീനും കൂടിയുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു ടേസ്റ്റി ആയുള്ള റെസിപ്പിയാണ്. പിന്നെ ഈ ഇലക്കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ ചെമ്മീനും കൂടിയൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ അത് ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.